ചൂടെടുക്കുന്നു, ഒടുക്കത്തെ ചൂടോ. ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഞാനും തിരിച്ച് ഖത്തറിലേക്ക് പോവാണ്, കാക്കുൻ്റെ അടുത്തേക്ക്. അപ്പോൾ പെട്ടിയെല്ലാം കെട്ടി സെറ്റാക്കിയിട്ട് പോകുന്നത്. കാരണം വെള്ളിയാഴ്ച ആണ്, ജുമാക്ക് എവിടെയെങ്കിലും പിടിച്ചിട്ട് വൈകുന്നേരം 4 മണിക്കാണ് ഫ്ലൈറ്റ് വന്നിട്ട്. പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ 2 മണിയായിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഫുഡൊന്നും കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഓൾറെഡി നമുക്കൊരു എന്താ പറയുക ഒറ്റക്കല്ലാണ്, പിന്നെ ചെറുതായിട്ടൊരു ഉണ്ടാവുമല്ലോ, അപ്പം ഫുഡൊന്നും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ല തലവേദനയും നല്ല ടെൻഷനും ഉണ്ട്, ഒറ്റക്കായതുകൊണ്ടുള്ള ഈ ഒരു പേടി ഉണ്ടാവില്ല. ഞാൻ തന്നെ എന്നെ ആരെങ്കിലും കൂട്ടണേ എന്നുള്ളതിൽ പോകുന്നു. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെയും കൂടിയും കൂടെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാളും ഇങ്ങനെ ആക്കുംപാടി അങ്ങനെ പോയി. സംഭവം എനിക്ക് 7 കിലോൻ്റെ ക്യാരി ബാഗും കൂടിയും കൊണ്ടുപോകാൻ കയ്യിലേനും. പക്കയിൽ കെബിൻ ക്രൂ വന്ന് ചോദിച്ചു ഇത് ലഗേജിലിടണോ, ലഗേജ് കൊണ്ടുപോകാമെന്നാണ്. ഞാനത് കേൾക്കേണ്ട താമസം ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ലഗേജിൽ പോയി ഞാൻ ഫ്രീ ആയിട്ട് അങ്ങ് പോയി. അതുകൊണ്ട് അത്ര ടെൻഷനില്ലേനും. നല്ല മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത്. പക്ഷേ അത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ മഴയൊക്കെ നിന്ന് നല്ല വെയിലായിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് നല്ല ചിറാപ്പുഞ്ചി മഴത്ത് റീലെടുത്ത് കളിച്ച് നടക്കുന്ന ഞാൻ അവിടെ ഇടുന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഏതാ ചൂട് എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പരം വന്ന പോലെ പെട്ടിയൊക്കെ കിട്ടി. എൻ്റെ പെട്ടി മാത്രം കിട്ടിയില്ല. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ പേരും തപ്പി നടക്കുന്നതാണ്. പക്ഷെ എൻ്റെ പേരൊക്കെ മഴ കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. ഒരേ ആനെങ്ങനെയല്ലോ പെട്ടില്ല തപ്പി പിടിച്ച് ഫൈനലി കാക്കൂനെയും കണ്ട് അങ്ങനെ നേരെ ഫുഡ് അടിക്കാനാണ് പോയത്. അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടാന്ന് വെച്ചാൽ വെടക്കാവുന്ന കുറേ സാധനം പെട്ടിയിലുണ്ട്. റൂമിലെത്തി പെട്ടി പൊട്ടിച്ചേരാം ഒന്ന് ചെറുതായിട്ടൊന്ന് അന്താളിച്ചു പോയിടോ. ആ അച്ചാറിൻ്റെ ചെറുതായിട്ടൊന്ന് ലീക്കായി പോയിട്ടുണ്ട്. അതിൽ 2-3 തരം അച്ചാർ കൊണ്ടുവന്നു. ഞാനിട്ട അച്ചാറായതുകൊണ്ട് എനിക്ക് അത് എടുക്കണം തന്നെ. അതിൽ മാങ്ങാച്ചാറ് ചെറുതായിട്ടൊന്ന് ഡ്രസ്സിലൊക്കെ ലീക്കായി പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അത് മാത്രം രക്ഷിക്കാൻ പറ്റിയില്ല, കുറച്ച് ലീക്കായിപ്പോയി. അപ്പോൾ എത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ.